പ്രവർത്തനങ്ങൾ, സൈറ്റ് ലെവലിങ്, എല്ലാ വർക്ക്, അതുപോലെ പാർക്ക് ഒക്കെ ഇതിനുള്ള ചെലവ് വരും 6.25 കോടി. അങ്ങനെ മൊത്തം 55 കോടി രൂപേൻ്റെ ഒരു പ്രൊജക്റ്റാണ് നമ്മുടെ പ്രൊജക്റ്റ്. നമ്മൾ 11 കോടി 31 ലക്ഷം രൂപ ഇതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി അഡ്വാൻസ് കൊടുത്തു. ഇനി 7 കോടി രൂപയുള്ളൂ. അപ്പോൾ എല്ലാവരും സഹകരിക്കണം, സഹായിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞു നമ്മുടെ MP മാരോട്, അപ്പുറത്ത് തോടുണ്ട്, ഇത് നമുക്കറിയാം, ചെളിത്തോട്, ആ തോടിൻ്റെ സൈഡ് കെട്ടണം. നമ്മുടെ ബഹുമാനായ രാജ്യസഭ MP മാരും ലോക്സഭ MP മാരുണ്ട്, അവർക്കൊക്കെ റിക്വസ്റ്റ് ബഹുമാനപ്പെട്ട തങ്ങളുടെ നിർദ്ദേശപ്രകാരം കൊടുക്കുന്നുണ്ട്. അവരോട് നമ്മുടെ ഇതിലേക്കുള്ള മറ്റ് സൈഡ് പ്രൊട്ടക്ഷന് ഉള്ള കാര്യങ്ങൾക്കുള്ള ഫണ്ട്, അതായത് തോടിൻ്റെ സൈഡ് പ്രൊട്ടക്ഷന്, അല്ല അതിൻ്റെ ഉള്ളിലെ മതിൽ കെട്ടാനല്ല, അത് കെട്ടാനുള്ള ഇത് അവരെ നിന്ന് നമുക്ക് ഫണ്ട് ലഭ്യമാവും. നമ്മുടെ MP മാരൊക്കെ തങ്ങളുടെ ആഹ്വാനം സ്വീകരിച്ചിട്ടുണ്ട്. അതിന് വേണ്ട നടപടി അവരുടെ ഭാഗത്തുനിന്ന് വഹാബ് സാഹിബിൻ്റെയും ഹാരിസ് ബിലാൻ സാഹിബിൻ്റെയും ഒക്കെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്ന് മാത്രമാണ് പറയാനുള്ളത്. കൂടുതലൊന്നും പറയുന്നില്ല. പരിപാടി ഗംഭീരമാക്കി തന്ന നിങ്ങളെല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. ഇത്ര മനോഹരമായി രൂപകൽപ്പന ചെയ്യുകയും ഇതിൻ്റെ പരിപൂർണ അർത്ഥത്തിലെത്തുന്നത് വരെ ഇതിനോടൊപ്പം ചേർന്നിന്ന ലോകത്തിന് അറിയപ്പെടുന്ന രാജ്യത്തിൻ്റെ അഭിമാനമായ ആർക്കിടെക്ട് ടോണി ജോസഫ് സർ, അദ്ദേഹത്തിനുള്ള മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ ഒരു സ്നേഹോപഹാരം സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഈ വേദിയിൽ സമർപ്പിക്കുകയാണ്. ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ സ്നേഹഭവനങ്ങൾ ഫുൾ ഫ്ലഡ്ജ് ആകുന്നതുവരെ ഫ്രീ ഓഫ് കോസ്റ്റിൽ ഈ മനോഹരമായതിൻ്റെ നിർമ്മാണങ്ങൾ പൂർത്തിയാകുന്നതുവരെ ഇതിനെല്ലാം രീതിയിലും നേതൃത്വം നൽകിയ, ഒരുപക്ഷെ കൂടുതലൊരു പരിചയപ്പെടുത്തലിനൊന്നും ആവശ്യമില്ലാത്ത ആർക്കിടെക്ട്, ഇതിനെല്ലാം സൂപ്പർവിഷൻ നടത്തി ഇത്ര മനോഹരമാക്കിയ നിർമ്മാൻ മുഹമ്മദ് അലി സാഹിബിൻ്റെയും മലബാർ ടെക് അക്ബർ സാഹിബിൻ്റെയും എല്ലാം സാന്നിധ്യത്തിൽ ഇതിൻ്റെ ആർക്കിടെക്റ്റ് കൂടിയായി ഇതിന് നേതൃത്വം നൽകിയ, സൗജന്യമായി ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നത് വരെ മേൽനോട്ടം വഹിച്ച ശ്രീ ടോണി ജോസഫ് സാർക്കുള്ള സ്നേഹോപഹാരം മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ സ്നേഹോപഹാരം ഈ വേദിയിൽ സമർപ്പിക്കുന്നു. നമ്മുടെ ആർക്കിടെക്ട് ടോണി നമ്മളോട് 2 വാക്ക് സംസാരിക്കണതിന് ₹1 ഫീസ് വാങ്ങിയിട്ടില്ല, ഒരു ഫോട്ടോ സെറ്റിൻ്റെ കായ് വാങ്ങിയിട്ടില്ല, പ്ലാനും ഒക്കെ എല്ലാം ഫ്രീ ആയിട്ടാണ് ചെയ്തത്. വരച്ചതും പിടിച്ചതും വന്നതും ഒക്കെ ഒരു വണ്ടി കൂടി നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടി വന്നില്ല. വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് ബഹുമാന്യ നമ്മുടെ ആർക്കിടെക്ട് ടോണി നമുക്ക് ചെയ്തത്. അതിന് ഇന്ത്യൻ മുസ്ലിം ലീഗിനുള്ള എല്ലാ നന്ദിയും കടപ്പാടും അദ്ദേഹത്തോട് രേഖപ്പെടുത്തുന്നു. ഡൽഹിയിലെ കായികമില്ലത് സെൻറ്റർ രൂപകൽപ്പന ചെയ്തത് ടോണി സാറാണ്. അതിന് കായ് വാങ്ങിക്കണ്. ഞാൻ ഒരു പ്രാസംഗികനല്ല. ഇവിടെ ഈ രാഷ്ട്രീയക്കാരുടെ ഇടയിൽ നിന്നിട്ട് 2 വാക്ക് പറയാന്ന് പറയുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ ഒരു കാര്യം പറയാനുള്ളത്, ഫസ്റ്റ് ഈ ലീഗിൻ്റെ ഭാരവാഹികൾ എൻ്റെ അടുത്ത് വന്നിങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം പലരും വരും ഇങ്ങനെ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നെല്ലാം പറഞ്ഞ് ഇത് നടക്കുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയമായിരുന്നു. പക്ഷേ ആ വന്നവരുടെ എല്ലാം ആ ഒരു സിൻസിയറിറ്റിയും അവരുടെ ദ വേ വിത്ത് വിച്ച് ദ വേർ സോ ഇൻവോൾവ് വിത്ത് ഇറ്റ്, അത് ഞങ്ങൾക്കെല്ലാം, ഞാനും എൻ്റെ പാർട്ട്ണർ ഹരീഷും ഉണ്ട്, ഞങ്ങൾക്ക് ഇറ്റ് വാസ് വെരി ഡിഫറെൻറ്റ്. എല്ലാവരും ദേ വാണ്ടഡ് ദ ബെസ്റ്റ്. അത് എത്രയും വേഗം ചെയ്യണം എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതല്ലെങ്കിൽ ദേ വാണ്ടഡ് എവറിത്തിങ് ടു ബി ബെസ്റ്റ്. ഒരു കോംപ്രമൈസും ചെയ്യല്ലേ. സാധാരണ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുമ്പോൾ അത് കുഴപ്പമില്ല, കോസ്റ്റ് എത്രയും കുറയ്ക്ക്, അത് ഇതായാലും കുഴപ്പമില്ല എന്നെല്ലാം പറയും. ഈ കേസിൽ ദേ ഡിഡ്ന്റ് കോംപ്രമൈസ് എനിത്തിങ്. സോ ഐ ഹാവ് ടു കോംപ്ലിമെൻറ്റ് all the officials of the Muslim League for that. And some people, ഈ ബഷീറിനെ കൊണ്ട് രക്ഷയില്ല. ബഷീറിനെ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് ഡെയിലി വിളിച്ച് അവസാനം ബ്ലോക്ക് ചെയ്യണമെന്ന് വരെ വിചാരിച്ചു. പക്ഷേ പുള്ളിയുടെ എല്ലാം ആ ഒരു പാഷനും ഇൻട്രസ്റ്റും ഞങ്ങൾക്കും ഞങ്ങളുടെ ഓഫീസിനും എല്ലാം ഒരു മാതൃകയായി. അത് സോ ആൻഡ് ദ കോൺട്രാക്ടേഴ്സ്, നിർമ്മാണം എല്ലാവരും, all of them, the way they involved, it was an eye opener for all of us. And I wish all the
പീപ്പിൾ ഹവ് ഗോട്ട് ദ ഹൗസ്. ഐ ഹോപ്പ് ദേ ആർ ഓൾ ഹാപ്പി. നിങ്ങൾക്ക് എല്ലാ സൗകര്യവും ഉണ്ടെന്ന് വിചാരിക്കുന്നു. വീട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ നിങ്ങൾക്ക് അത് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ സ്റ്റെയർ കേസിനുള്ള പൊസിഷൻ ഇസ് ദെയർ. എന്ത് വേണമെങ്കിലും ഭാവിയിലേക്ക് എക്സ്പാൻഡ് ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട് ഈ വീടിന്. മറ്റുള്ള ബാക്കിയുള്ള വീടുകളുമാതിരി അല്ല. സോ എല്ലാ സൗകര്യവും നോക്കി ഇട്ട് ചെയ്തിട്ടുള്ളൊരു വീടാണ്. ആൻഡ് ഒരു കോംപ്രമൈസും ഇല്ലാതെ ചെയ്തിട്ടുള്ള വീടാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ടോണി സർ. ആൾസോ താങ്ക് യു മിസ്റ്റർ ഹരീഷ് ആർക്കിടെക്ട്. മുസ്ലിം ലീഗിൻ്റെ ആദരണീയനായ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബ് ഈ സംഗമത്തെ അഭിസംബോധന ചെയ്യുന്നു. സാദരം ക്ഷണിക്കുന്നു. അഭിനന്ദനായ ശ്രീ സദിഖ് അലി ശിഹാബ് തങ്ങൾ അവർ, കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ള നേതാക്കളെ, സഹപ്രവർത്തകന്മാരെ, സുഹൃത്തുക്കളെ, മുസ്ലിം ലീഗ് ഏത് നന്മയുടെ കാര്യത്തിലും ഒരു പടി മുമ്പിലാണ്. പ്രത്യേകിച്ചും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ, നന്മയുടെ കാര്യത്തിൽ, സങ്കടപ്പെടുന്നവൻ്റെ കാര്യത്തിൽ അവിടെ എല്ലാം ഓടിയെത്തുന്ന അനുഗ്രഹീതമായൊരു പശ്ചാത്തലം സർവശക്തൻ മുസ്ലിം ലീഗിന് നൽകിയിരിക്കുന്നുവെന്നത് ഒരു ചെറിയ കാര്യമല്ല, വലിയൊരു ഭാഗ്യമാണ്. ഈ ഭവനവും അതിനോടനുബന്ധിച്ച മറ്റു കാര്യങ്ങളും ഇതിനൊക്കെ മകുടം ചാർത്തുന്ന ഏറ്റവും വലിയ നടപടിയാണ്. മാത്രമല്ല, ഞാൻ വിചാരിക്കുന്നു ഇതൊരു ഭവനം മാത്രമല്ല, ഒരു സ്വപ്ന വീട് മാത്രമല്ല, അതോടൊപ്പം തന്നെ വളർന്നു വരുന്ന തലമുറയ്ക്ക് ഇതൊരു പാഠശാല കൂടിയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിരവധി പഠിക്കാനുണ്ട്. മനുഷ്യബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നന്മയുടെ മാർഗത്തിൽ ഒരുമിച്ച് കൂടിയ ആളുകളെപ്പറ്റി പഠിക്കാൻ ലോകത്തിൻ്റെ ഏത് ഭാഗത്തും വരുന്ന വിദ്യാർത്ഥികൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അവരാദ്യം വരേണ്ടത് ഈ സ്ഥാപനത്തിലേക്കായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അത്രയ്ക്ക് മാതൃകാപരമായ ഒരു കാര്യം ചെയ്തതിന് നമ്മുടെ സംഘടനയ്ക്ക് അഭിമാനമുണ്ട്, അതിലെ പ്രവർത്തകന്മാർക്ക് അഭിമാനമുണ്ട്. വളരെ ഭംഗിയായി ഈ നിർമ്മാണ ജോലിയും മറ്റു കാര്യങ്ങളും നേതൃത്വം കൊടുത്ത സംഘാടക കമ്മിറ്റിക്കും പ്രത്യേകമായി അഭിനന്ദനങ്ങൾ പറഞ്ഞുകൊണ്ട് സർവശക്തൻ നന്മയുടെ മാർഗത്തിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് എല്ലാവർക്കും ഇനിയും എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടാകുന്ന സമയത്തൊക്കെ തന്നെ മുന്നോട്ട് വന്ന് കാണിച്ച ഈ മാതൃക എല്ലാവരും പിന്തുടരുമാറാകട്ടെ എന്നുകൂടി ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, അഭിവാദനങ്ങൾ. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഓർമ്മയുണ്ടാകും, ഇവിടെ ദുരന്തമുണ്ടായ സമയത്ത്, ആ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടന്ന കാലത്ത് ഇവിടെ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് വന്ന വളണ്ടിയർമാർക്കും ദുരിത മേഖലയിലെ ആളുകൾക്കും ഉദ്യോഗസ്ഥന്മാർക്കും മിലിറ്ററിക്ക് വരെ ഭക്ഷണം നൽകിയ വൈറ്റ് ഗാർഡിൻ്റെ നാദാപുരം മണ്ഡലത്തിലെ നരിപ്പറ്റ വൈറ്റ് ഗാർഡ് ദിവസങ്ങളോളം, മാസങ്ങളോളം ഭക്ഷണം വിതരണം ചെയ്തിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. ഇന്ന് ഈ പരിപാടി കഴിഞ്ഞു പോകുന്ന നിങ്ങൾക്കൊക്കെ ആ നരിപ്പറ്റ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ വൈറ്റ് ഗാർഡിൻ്റെ വക ഇഫ്താർ കിറ്റുകൾ തന്നയക്കുന്നുണ്ട്. നമ്മുടെ ഗേറ്റിൻ്റെ തൊട്ട് പുറത്ത് ഇഫ്താറിനാവശ്യമായ സാധനങ്ങളും ഒരു ചെറിയ ബിരിയാണി കിറ്റും നിങ്ങൾക്ക് തന്നയക്കും. പോകുന്നവരൊക്കെ അത് വാങ്ങിയിട്ട് പോകണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിർമ്മാൺ കൺസ്ട്രക്ഷൻ മുഹമ്മദ് സാഹിബാണ് ഈ വീടിൻ്റെ നിർമ്മാണം. 2 വീട് അദ്ദേഹം നമുക്കിതിന് സൗജന്യമായി നമുക്ക് ചെയ്തു തരുന്നതിൽ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ മലബാർ ടെക് കൺസ്ട്രക്ഷൻ കമ്പനി മലപ്പുറം അക്ബർ റഫീഖും ആണ്. അവരാണ് നമുക്ക് കിണർ, ടാങ്ക്, എല്ലാ വീട്ടിലുള്ള പൈപ്പ് കണക്ഷനൊക്കെ കൊടുത്ത് അവരൊക്കെ ഫ്രീ ആണ്. അതുകൂടി ഇങ്ങോട്ട് അറിയിക്കുകയാണ്. സമാദരണീയരായ പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ മഹാസംഗമത്തെ അഭിസംബോധന ചെയ്യുന്നു. സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും നീതമായ അഭിവാദ്യം. സമാദരണീയരായ നേതാക്കളെ, വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ത്യൻ മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ച 105 വീടുകളിൽ 51 വീടുകൾ കഴിഞ്ഞ വയനാട് ദുരന്തത്തിൽ
വീടുകൾ നഷ്ടപ്പെട്ട 51 കുടുംബങ്ങൾക്ക് ഇന്നിവിടെ നൽകപ്പെടുകയാണ്. ഈ മഹത്തായ കർമ്മത്തിൽ പങ്കാളികളായ എല്ലാവർക്കും സർവശക്തനായ നാഥൻ അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഇവിടെ പുതുതായി താമസം തുടങ്ങുന്ന കുടുംബങ്ങൾക്ക് വളരെ സന്തോഷകരമായ ആരോഗ്യകരമായ ജീവിതം സർവശക്തൻ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിച്ച് എല്ലാവിധ വിജയം ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ദേശീയ ട്രഷറർ PV അബ്ദുൽ വഹാബ് MP ഈ മഹാസംഗമത്തെ അഭിസംബോധന ചെയ്യുന്നു. സാദരം ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെയും പാർട്ടിയുടെയും നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. ആദരണീയനായ MLA T സിദ്ദീഖ് അവർകളെ ആശംസാ പ്രസംഗത്തിന് വേണ്ടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ദുരന്തമാണെങ്കിലും സാമൂഹ്യ ജീവിതമാണെങ്കിലും മുറിവുണക്കാനും സ്നേഹലേപനം പുരട്ടാനും മുസ്ലിം ലീഗിനേക്കാൾ വലിയൊരു ഭിഷഗ്വരൻ നമ്മുടെ നാട്ടിലില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും മഹത്തായ സ്നേഹപ്രഖ്യാപനമാണ് ഈ സ്നേഹഭവനത്തിൻ്റെ മനോഹരമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങ്. കൽപ്പറ്റയിലെ ജനങ്ങളെ ഒരു ദുരന്തത്തിൻ്റെ നടുവിൽ ചേർത്ത് നിർത്തി അവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ എല്ലാവരെക്കാളും മുമ്പിൽ നിന്ന് നയിച്ച മുസ്ലിം ലീഗിനെ ഹൃദയസമക്ഷം അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് ആദരണീയരായ KPA മജീദ് സാഹിബ് ഈ സംഗമത്തെ അഭിസംബോധന ചെയ്യുന്നു. സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. മുസ്ലിം ലീഗ് പാർട്ടിയുടെ തീരുമാനവും നാട്ടുകാർ കൊടുത്ത ഉറപ്പും പാലിച്ചുകൊണ്ട് ഈ ദുരന്തത്തിൽ ഇരയായിട്ടുള്ള ആളുകൾക്ക് മനോഹരമായിട്ടുള്ള ഭവനം നിർമ്മിച്ച് യാഥാർത്ഥ്യമാക്കുന്ന ഈ ചടങ്ങിൽ നിങ്ങളുടെ എല്ലാവരോടൊപ്പം തന്നെയും ഞാനും സന്തോഷം രേഖപ്പെടുത്തുന്നു. എല്ലാ ആശംസകൾ അർപ്പിച്ചുകൊള്ളുന്നു. അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ MP ഈ സംഗമത്തിന് ആശംസകൾ നേരുകയാണ്. സാദരം ക്ഷണിക്കുന്നു. മുസ്ലിം ലീഗിന് ഈ തരത്തിലുള്ള ഒരു പുനരധിവാസ പ്രവർത്തനത്തിന് 3-4 PK-മാരും 2-3 PMA-മാരും മതി എന്നുള്ളതാണ്. ഒരു PK കുഞ്ഞാലിക്കുട്ടി, ഒരു PK ബഷീർ, ഒരു PK ഫിറോസ്, നമുക്ക് PMA സലാമുണ്ട്, PMA സമീറുണ്ട്. അത്രയും മതി ഇത്രയും ഉണ്ടാക്കാനുള്ള ഒരു പാർട്ടിയായി എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ രാഷ്ട്രീയം എന്ന് പറയുന്ന ഈ മനുഷ്യത്വം, മനുഷ്യരെ കൂട്ടിപ്പിടിക്കുന്ന രാഷ്ട്രീയം, ആ രാഷ്ട്രീയം എല്ലാവർക്കും മാതൃകാപരമായ രാഷ്ട്രീയമായി മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. പ്രിയമുള്ളവരെ, സ്നേഹഭവനങ്ങളുടെ സമർപ്പണത്തിൻ്റെ ധന്യവും ഊഷ്മളവുമായ ഈ വേദി അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തുകയാണ്. ബാക്കിയുള്ള 49 കുടുംബങ്ങൾക്ക് കൂടിയുള്ള ഡോക്യുമെൻറ്റും അതിൻ്റെ കീയും നമ്മളിവിടെ സമർപ്പിക്കുകയാണ്. ആ ചടങ്ങിലേക്ക് കൂടി നമ്മുടെ വേദി വഴിമാറുകയാണ്. വിശിഷ്ട വ്യക്തികളുടെ എല്ലാ മഹനീയ സാന്നിധ്യം കൊണ്ടും മഹത്തായൊരു സംസ്കൃതിയുടെയും സംരംഭത്തിൻ്റെയും ഉയർച്ച കൊണ്ടും അത്ഭുതവും അഭിമാനവുമായി മാറിയ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ മഹാസംരംഭത്തിൻ്റെ ബാക്കിയുള്ള 49 കുടുംബങ്ങൾക്ക് കൂടിയുള്ള വീടുകൾ ഇവിടെ ആദരണീയരായ നേതാക്കൾ സമർപ്പിക്കുകയാണ്. ആ ചടങ്ങിലേക്ക് ഈ നഗരിയും വേദിയും വഴിമാറുകയാണ്. അതിന് മുമ്പിൽ എല്ലാവരും ഒന്ന് ഓർഡറിലാക്കണം. വൈറ്റ് കാർഡ് അവരൊന്ന് ഓർഡറിലാക്കണം. ബാക്കി എല്ലാവരും അവിടുന്ന് ഒന്നാണ് മാറിക്കൊടുക്കണം. ഓർഡറിലാക്കട്ടെ. നമ്മൾ ഇവിടുത്തെ ഇൻമേറ്റ്സിനെ നേതാക്കന്മാർക്ക് കാണണം എന്നുണ്ടെങ്കിൽ, അങ്ങോട്ട് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ബാക്കിലേക്ക് മാറിക്കൊടുക്കണം. വൈറ്റ് കാർഡ് പറയുന്ന മാതിരി ചെയ്യണം. ഈ ചടങ്ങിന് നന്ദി അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി വയനാട് ജില്ലാ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി T മുഹമ്മദ് അവറുകളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആദരണീയരായ നേതാക്കളെ,
ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാരെ, ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ കൈമാറുന്ന 51 ഭവനങ്ങളിൽ 2 ഭവനങ്ങളുടെ താക്കോൽദാന കർമ്മമാണ് വേദിയിൽ നടന്നത്. ബാക്കിയുള്ള 49 പേർക്ക് അവർ വരി വരിയായി ഇവിടെ നിൽക്കുകയും അതിൻ്റെ മുന്നിൽ നിന്ന് വൈറ്റ് കാർഡ് അടക്കമുള്ള ആളുകൾ മാറിക്കൊടുക്കുകയും ബഹുമാനപ്പെട്ട തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും മറ്റ് നേതാക്കളും ഈ വേദിക്ക് താഴെ വന്ന് അവർക്കെല്ലാവർക്കും ഒരുമിച്ച് നമ്മുടെ രേഖ കൈമാറുന്ന അതിമനോഹരമായ ഒരു ചടങ്ങിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ബഹളം വെക്കാതെ ഈ സ്റ്റേജിൻ്റെ താഴെയുള്ള ആളുകൾ അതിനുള്ള ക്രമീകരണങ്ങൾ നമ്മുടെ ഗുണഭോക്താക്കളുടെ പിറകുവശത്ത് മാത്രമേ ആളുകൾ നിൽക്കാൻ പാടുള്ളൂ. മുൻപിൽ ആരും കയറരുത്, ബാക്കിൽ എല്ലാവരും നിൽക്കുക ഒന്നിച്ച്. ഇപ്പോൾ ഓർഡറിലാണ്. അതിൻ്റെ മുന്നിൽ ആരും വൈറ്റ് കാർഡ് അടക്കം മുന്നിൽ നിന്ന് മാറിക്കൊടുക്കും. ഷംസുദ്ദീൻ, ബഹുമാനപ്പെട്ട നേതാക്കൾ അവിടെ വന്ന് അവിടെ വെച്ച് അത് നിർവഹിക്കുന്നതാണ്. അതോടൊപ്പം ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ജംഷീർ, ഒരു കാര്യം അബ്ദുൽ നാസർ, നമുക്കറിയാം, നമ്മുടെ ഈ മഹത്തായ ചടങ്ങിലേക്ക് ആയിരക്കണക്കിന് വരുന്ന പ്രവർത്തകന്മാർക്ക് എത്തിച്ചേരാൻ സാധിക്കാതെ നമ്മുടെ മേപ്പാടി ഭാഗത്തും മുട്ടിൽ ഭാഗത്തുമായി ഇപ്പോഴും ഗതാഗത കുരുക്കിൽപ്പെട്ട് കിടക്കുകയാണ്. അബ്ദുൽ നാസർ, വെളുഗിരി, എം തമ്പി രാജ്കുമാർ വെളുഗിരിന്റെ മുമ്പ്. അതുകൊണ്ട് ഈ മനോഹരമായ ചടങ്ങിലേക്ക് വെളുഗിരിക്ക് മുമ്പായിട്ട് പലർക്കും എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല എം തമ്പി എന്നത് അവരോടുള്ള സംഘാടകരായിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ കണക്കുകൂട്ടുകളും ഇവിടെ തെറ്റിയിരിക്കുകയാണ്. ഈ മഹത്തായ ചടങ്ങിന് നന്ദി പറയുക എന്നതാണ് എൻ്റെ ചുമതല. ഞങ്ങൾക്ക് ആദ്യമായി നന്ദി രേഖപ്പെടുത്താനുള്ളത് മഹാനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളോടാണ്. കാരണം ബഹുമാനപ്പെട്ട തങ്ങളോടൊപ്പം വളരെ ചുരുങ്ങിയ നേതാക്കന്മാർ മാത്രമേ അവിടെ നിൽക്കാൻ പാടുള്ളൂ. എങ്കിലേ ആ ചടങ്ങ് ഭംഗിയായി നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയുകയുള്ളൂ. സക്കീർ VS, ഷെരീഫ ബീഗം, ഷറഫുദ്ദീൻ M, യൂനുസ് A, സലീം KM, ബീരാൻ, അംസ CM, ചിന്നപ്പൻ, മുഹമ്മദ് ഷാഫി, സഫീർ, സൈദലവി, ഷംന CP, ഫിർഷാദ്, സൈഫുദ്ദീൻ KS, സഫാദ് K, ഇല്യാസ്, മുഹമ്മദ് സാബിർ, നാസർ P, ദേവകി, രാജേശ്വരി, PT റസാക്ക്, സരോജിനി, മുനീർ, ശാരദ, അബ്ദുൽ ലത്തീഫ് K, മുഹമ്മദ് അലി, CK മുഹമ്മദ്, ഭാരതി K, സുൽഫിക്കർ അലി K, അബ്ദുൽ നാസർ K, മുഹമ്മദ് അലി PA, ജമീല, ചന്ദ്രൻ, മിനിമോൾ, സാജിദ, സുമതി,
ഷംസുദ്ദീൻ, വിനിമോളൻ, കാണുന്നില്ല, വിനിമോൾ, ജംഷീർ, അബ്ദുൽ നാസർ, രാജ്കുമാർ, ജംഷീർ കഴിഞ്ഞിട്ട് അബ്ദുൽ നാസർ, രാജ്കുമാർ, വെളുഗിരി, എം തമ്പി, ബഷീർ പി പി, കുഞ്ഞി മുഹമ്മദ്. ടോട്ടൽ 51. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ രേഖാസമർപ്പണ ചടങ്ങ് ഇവിടെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇതിന് മുന്നേ ഒന്ന് മാറണേ. ദയവ് നമ്മളൊരു നന്ദി പറയാനും നിങ്ങൾ സമ്മതിക്കില്ല. ഈ മഹത്തായ ചടങ്ങിന് നന്ദി പറയുമ്പോൾ നമുക്കെല്ലാവർക്കും നന്ദി പറയേണ്ടത്, നമ്മളെല്ലാവരും കടപ്പെട്ടിരിക്കുന്നത് ബഹുമാന്യനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളോടാണ്. ഈ ദുരന്തമുണ്ടായ സമയത്ത് ആദ്യ മണിക്കൂറിൽ തന്നെ ബഹുമാനപ്പെട്ട തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും ആ ദുരന്തമുഖത്ത് വരികയും അവിടെ ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വപരമായ പങ്ക് വഹിക്കുകയും നിമിഷ നേരം കൊണ്ട് നൂറുകണക്കിന് ആംബുലൻസും ആയിരക്കണക്കിന് വൈറ്റ് ഗാർഡും അതെല്ലാം അവിടെ സജ്ജീകരിച്ചുകൊണ്ട് ഒന്നാം ഘട്ടത്തിൽ മുസ്ലിം ലീഗ് ഊന്നൽ നൽകിയിരുന്നത് ആ ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനത്തിനായിരുന്നു. നമുക്കറിയാം, നമ്മുടെ പ്രധാനമന്ത്രിയും നമ്മുടെ മുഖ്യമന്ത്രിയും അവിടെ സന്ദർശിച്ചു മടങ്ങി. എന്നാൽ ആ ദുരിതബാധിതർക്ക് അടിയന്തര സഹായം സർക്കാരിൻ്റേത് എത്തിക്കുന്നതിന് മുമ്പ് മഹാനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളിൽ നിന്നാണ് ആ ദുരന്തമുഖത്തുണ്ടായ 691 കുടുംബങ്ങൾക്കും ആദ്യമായിട്ട് അവരുടെ കൈകളിലേക്ക് ഒരു തുക വന്നു ചേർന്നിട്ടുള്ളത്. മാത്രമല്ല, അദ്ദേഹം കൊടപ്പനക്കലിലെത്തി പിറ്റേ ദിവസം തന്നെ ഇവിടെ ഒരു ഉപസമിതി PK ബഷീർ സാഹിബ് MLA നേതൃത്വത്തിൽ പ്രഖ്യാപിക്കുകയും രണ്ടാമത്തെ ദിവസം മുഖ്യമന്ത്രി വയനാട്ടിൽ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എത്തിയപ്പോൾ ഈ ദുരന്തമുഖത്ത് അനിവാര്യമായി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് മുഖ്യമന്ത്രിയുടെ മുന്നിൽ വെക്കുകയും മൂന്നാം ദിവസം വയനാട് ജില്ലാ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തെ മഹാനായ തങ്ങൾ പാണക്കാട്ടേക്ക് വിളിപ്പിച്ചു. ഈ ദുരന്തമുഖത്ത് ചെയ്യാവുന്നതും കഴിയാവുന്നതുമായ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പറയുക മാത്രമല്ല, അന്ന് തന്നെ ബഹുമാന്യനായ തങ്ങൾ ഈ ദുരന്ത നിവാരണത്തിന് വേണ്ടിയുള്ള ഫണ്ട് സമാഹരിക്കുന്നതിന് വേണ്ടിയുള്ള ആപ്പിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചപ്പോൾ ഇവിടെയുള്ള തിരൂരിലെ ബഹുമാന്യനായ ബാബു സാഹിബ് 50 ലക്ഷം രൂപ അതിലേക്ക് സംഭാവന നൽകിക്കൊണ്ട് അതിൻ്റെ തുടക്കം കുറിച്ചപ്പോൾ ദിവസങ്ങൾക്കുള്ളിൽ കോടികളിൽ സമാഹരിച്ച് 36 കോടി 50 ലക്ഷം രൂപയാണ് അതിലൂടെ സമാഹരിക്കാൻ സാധിച്ചിട്ടുള്ളത്. മഹാനായ തങ്ങൾ വീണ്ടും വയനാട്ടിൽ വന്നു. മുസ്ലിം ലീഗിൻ്റെ ദേശീയ പ്രസിഡന്റ് ഖാദർ മൊയ്തീൻ സാഹിബ് അടക്കം ദേശീയ ജനറൽ സെക്രട്ടറി കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ള നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ തങ്ങളന്ന് 100 ഭവനങ്ങളുടെ സ്നേഹഭവനങ്ങൾ നിർമ്മിച്ചു നൽകുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ അതിനുവേണ്ടി സ്ഥലം കണ്ടെത്തുകയും മനോഹരമായി ആ 105 വീടുകളിൽ 51 വീടിൻ്റെ പൂർത്തീകരണം നടത്തി ഇന്ന് ബഹുമാനപ്പെട്ട തങ്ങളുടെ കരങ്ങളാൽ നിങ്ങളെയൊക്കെ സാക്ഷി നിർത്തി
അതിൻ്റെ താക്കോൽദാന കർമ്മം നിർവഹിക്കുന്ന ഈ ഘട്ടമെത്തുന്നതിൽ ഈ നിമിഷം വരെ വയനാടിനെ ചേർത്ത് പിടിച്ച മഹാനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് ആദ്യമായി ഞാൻ നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വപരമായ പങ്കുവഹിക്കുകയും ഓരോ ദിവസവും ഞങ്ങളെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുകയും ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും ഞങ്ങൾക്ക് താങ്ങും തണലുമായി നിൽക്കുകയും ഞാൻ ഒരു കാര്യം ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ദുരന്തമുഖത്ത് മരണപ്പെട്ട നൂറുകണക്കിന് ആളുകളെ തിരിച്ചറിയാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ വയനാടിൻ്റെ വിവിധ പൊതുശ്മശാനങ്ങളിൽ ആ മയ്യത്തുകൾ മറവ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിന് വേണ്ടി ഇവിടുത്തെ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ നേതൃത്വം കെ അഹമ്മദ് ഹാജിയുടെയും സി മമ്മൂട്ടി സാഹിബിൻ്റെയും നേതൃത്വത്തിൽ ഞങ്ങൾ കലക്ട്രേറ്റിൽ ചെന്ന് അതിനെ തടഞ്ഞപ്പോൾ ബഹുമാന്യനായ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് മുഖ്യമന്ത്രിയെ വിളിച്ചുകൊണ്ട് അതിന് പരിഹാരമുണ്ടാക്കിയത്. അങ്ങനെ മുസ്ലിം ലീഗ് കണ്ടെത്തിയ പൊതു ശ്മശാനത്തിലാണ് ഇന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഈ ജില്ലയുടെ പല ഭാഗങ്ങളിൽ മറവ് ചെയ്യുമായിരുന്ന ആ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഒന്നിച്ച് അവിടെ കബറടക്കം ചെയ്തു. ഒരു കാര്യം കൂടി പറയട്ടെ, DNA പരിശോധനാ ഫലം പുറത്തു വന്നപ്പോൾ ബന്ധുക്കൾ കബറിടങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ കഴിഞ്ഞ ജൂലൈ 30 ഒരു വർഷം പിന്നിട്ടപ്പോൾ ആ ശ്മശാനത്തിൽ മഹാനായ മുനവ്വർ അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ അവിടെ പ്രാർത്ഥനയ്ക്കെത്തിയപ്പോൾ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് ഓരോ കബറിൻ്റെയും അരികിൽ നിന്നുകൊണ്ട് വിതുമ്പുന്ന ബന്ധുക്കളെയായിരുന്നു. അന്ന് മുസ്ലിം ലീഗ് അങ്ങനെ ഒരു തീരുമാനമെടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ അവരിന്ന് വയനാടിൻ്റെ വിവിധ പൊതുശ്മശാനങ്ങളിൽ അന്തിയുറങ്ങേണ്ട അവസ്ഥയുണ്ടായിരുന്നു. ഇതിന് സൗകര്യം ചെയ്തു തന്ന ബഹുമാന്യനായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ഈ സന്ദർഭത്തിൽ ഞങ്ങൾ അഗൈതവമായി ഞങ്ങളുടെ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ഈ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തുകൊണ്ട് മനോഹരമായി വൈറ്റ് ഗാർഡിൻ്റെ പ്രവർത്തനത്തെയും മുസ്ലിം ലീഗിൻ്റെ ജീവകാരുണ്യത്തെയും പ്രകീർത്തിച്ചുകൊണ്ട് ഇവിടെ നമ്മോട് പ്രസംഗിച്ച ശ്രീമതി പ്രിയങ്ക ഗാന്ധിക്ക് ഈ സംഘാടക സമിതിയുടെ പേരിലുള്ള എല്ലാവിധ നന്ദിയും ഇവിടെ രേഖപ്പെടുത്തുകയാണ്. അവരുടെ പ്രസംഗം മനോഹരമായി പരിഭാഷപ്പെടുത്തിയ പ്രിയപ്പെട്ട അബ്ദുസമദ് സമദാനി സാഹിബ്, ഇവിടെ നമ്മോട് സംസാരിച്ച ET മുഹമ്മദ് ബഷീർ സാഹിബ്, PV അബ്ദുൽ വഹാബ് സാഹിബ്, ബഹുമാന്യനായ അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, ബഹുമാന്യനായ ആരിസ് പീരാൻ MP തുടങ്ങിയ നേതാക്കന്മാരോടെല്ലാവർക്കും ഈ സന്ദർഭത്തിൽ നന്ദി പറയുകയാണ്. മറ്റൊരു കാര്യം പ്രധാനമായും സൂചിപ്പിക്കാനുള്ളത്, ഈ 51 വീടുകളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം സാഹിബിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ നറുക്കെടുപ്പ്. ആ സമയത്ത് ഞങ്ങളോട് സ്വകാര്യമായി പലരും പറഞ്ഞിരുന്നു, ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ തറക്കല്ലിട്ട ആ 4-ാം നമ്പർ പ്ലോട്ട്, ആ ഭവനം ഞങ്ങൾക്ക് കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് എല്ലാവരും ആഗ്രഹിച്ചിരുന്നു. എന്നാൽ നറുക്കെടുപ്പ് കിട്ടിയപ്പോൾ ബഹുമാന്യനായ സാദിഖ് അലി ശിഹാബ് തങ്ങൾ നറുക്കെടുത്ത ആ വീട് പ്രിയങ്കരിയായ സരോജ എന്ന് പറയുന്ന സഹോദരിക്കാണ് ആ വീട് ലഭിച്ചിട്ടുള്ളത് എന്ന കാര്യം കൂടി നിങ്ങളെ ഞാൻ അറിയിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. അതോടൊപ്പം മറ്റൊരു കാര്യം പറയട്ടെ, ഈ വീടിൻ്റെ നറുക്കെടുത്തപ്പോൾ ആദ്യമായി നറുക്ക് കിട്ടിയത്, ഇതിൻ്റെ ആദ്യത്തെ ഫ്ലോട്ട് കിട്ടിയത് പ്രിയപ്പെട്ട നിസാർ അഹമ്മദിനായിരുന്നു. ആ നിസാർ അഹമ്മദിൻ്റെ മാതാവും പിതാവും അദ്ദേഹത്തിൻ്റെ സഹോദരനും സഹോദരൻ്റെ ഭാര്യയും 3 മക്കളും ഈ ദുരന്തത്തിൽ മരണപ്പെട്ടു പോയവരാണ്. അവർക്ക് ഒരു ഭാഗത്ത് സന്തോഷമുണ്ടാകുമ്പോഴും ഇന്ന് ഈ താക്കോൽ ഏറ്റുവാങ്ങിയിട്ടുള്ള 51 പേരിൽ ഏതാണ്ട് 39 പേരുടെയും ഉറ്റവരും ഉടവയരുമായ ബന്ധുക്കൾ മരണപ്പെട്ടു പോയവരാണ്. ആ വികാരവും ആ പ്രയാസവും അവർ മനസ്സിൽ ഒതുക്കി വെച്ചുകൊണ്ടാണ് ഈ സന്തോഷത്തിൽ അവർ പങ്കുചേരുന്നത് എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന നമുക്കെല്ലാവർക്കും ഇവിടെ നോമ്പ് തുറക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു തന്നത് നരിപ്പറ്റ പഞ്ചായത്തിലെ വൈറ്റ് ഗാർഡിൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരാണ്. റഫീഖ് സാഹിബിൻ്റെയും അതുപോലെ തന്നെ കമറുവിൻ്റെയും നേതൃത്വത്തിലുള്ള ആ ടീമാണ് നമ്മളെ ദുരന്തമുണ്ടായ സമയത്ത് 5-6 ദിവസം, ഒരു ദിവസം 10,000-കണക്കിന് ആളുകൾ, രക്ഷാപ്രവർത്തകന്മാർ, സർക്കാർ ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥർ, മിലിറ്ററി
അവരെല്ലാവരും അന്ന് കള്ളാടിയിൽ ഭക്ഷണം കഴിച്ചത് ഈ നരിപ്പറ്റയിലെ സഹോദരന്മാർ ഏർപ്പെടുത്തിയ കമ്മ്യൂണിറ്റി കിച്ചണിലായിരുന്നു. ഇന്ന് നമുക്ക് അവർക്ക് വിഭവസമൃദ്ധമായ ഈ ഇഫ്താർ ഇവിടെ കൂടി എല്ലാവർക്കും സംഘടിപ്പിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ട നരിപ്പറ്റയിലെ വൈറ്റ് ഗാർഡ് ടീമാണ്. അവരെ സംഘാടക സമിതിക്ക് വേണ്ടി പ്രത്യേകം നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഉപസമിതി കൺവീനർ, നമ്മുടെ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിച്ച നേതൃത്വം വഹിച്ച പ്രിയങ്കരനായ PK ബഷീർ സാഹിബ് MLA, അംഗങ്ങളായ C മമ്മൂട്ടി സാഹിബ്, ജിഷാൻ, മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ്, പ്രിയപ്പെട്ട P ഇസ്മായിൽ, മുസ്ലിം ലീഗിൻ്റെ വയനാട് ജില്ലാ അധ്യക്ഷൻ KK അഹമ്മദ് ഹാജി ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിൻ്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി PMA സമീർ സാഹിബ് ഉൾപ്പെടെയുള്ള ഈ ടീമാണ് ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ഏകോപിപ്പിക്കുകയും ചുക്കാൻ പിടിക്കുകയും ചെയ്തത്. അവരെ എല്ലാവർക്കും ഈ സന്ദർഭത്തിൽ നന്ദി പ്രകാശിപ്പിക്കാൻ ഞാൻ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ സ്ഥലം, മനോഹരമായ ഈ സ്ഥലം, ഇത് നമ്മൾ ഈ സ്ഥലത്തിൻ്റെ ഉടമകൾ അത് വിൽക്കാൻ വെച്ചതല്ല, മറിച്ച് ബഹുമാനപ്പെട്ട തങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് അവർ ഈ ഭൂമി നമുക്ക് നൽകിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഭൂമി നൽകിയ പ്രിയപ്പെട്ട കണ്ടിലേരി സംജിത്ത്, അദ്ദേഹത്തിൻ്റെ മാതാവ്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരി സജ്ന ഉൾപ്പെടെയുള്ള അവരുടെ ഭൂമിയാണ്. വലിയ വില കിട്ടാവുന്ന ഈ ഭൂമി തികച്ചും ഒരു കൺസെഷൻ റേറ്റിലാണ് അവർ നമുക്ക് നൽകിയിട്ടുള്ളത്. ഈ സന്ദർഭത്തിൽ അവർക്ക് പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ നമ്മുടെ രണ്ടാം പ്രൊജക്റ്റ് നടക്കുന്ന ഇതിൻ്റെ തൊട്ടടുത്തുള്ള 3 ഏക്കർ ഭൂമി അത് നമുക്ക് നൽകിയത് ബഹുമാന്യനായ അഡ്വക്കേറ്റ് K മൊയ്തു സാഹിബാണ്. ബഹുമാനപ്പെട്ട തങ്ങളുടെ ഒരു വാക്ക് പാലിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ ഭൂമി തരാൻ നമുക്ക് തയ്യാറായത്. അദ്ദേഹത്തിനോടും ഈ സന്ദർഭത്തിൽ നമ്മുടെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ നമുക്കറിയാം, ടോണി ജോസഫ് സാർ മനോഹരമായി ഇതിൻ്റെ ആർക്കിടെക്ട്, അതിൻ്റെ നിർമ്മാണപരമായിട്ടുള്ള ചാരുതയാർന്ന ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അതിന് രൂപവും ഭാവവും നൽകിയ പ്രിയപ്പെട്ട ടോണി ജോസഫിൻ്റെ ഹരീഷിൻ്റെ ഈ നേതൃത്വത്തിലുള്ള ആർക്കിടെക്ട് ഗ്രൂപ്പിന് എല്ലാവിധ നന്ദിയും കടപ്പാടും ഈ സന്ദർഭത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഈ വീടിൻ്റെ നിർമ്മാണ ചുമതല ഏറ്റവും ബഹുമാന്യനായ മഞ്ചേരിയിലെ നിർമ്മാൺ മുഹമ്മദ് അലി, നിർമ്മാൺ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പ്, അവരാണ് ഏകദേശം 3-4 മാസം കൊണ്ടാണ് 51 വീടുകൾ ഇത്ര മനോഹരമാക്കി അതിൻ്റെ പണി പൂർത്തീകരിച്ചു തന്നിട്ടുള്ളത്. ബഹുമാന്യനായ നിർമ്മാൺ മുഹമ്മദ് അലി ഗ്രൂപ്പിനും അദ്ദേഹത്തിൻ്റെ ഇവിടെ കഠിനാധ്വാനം ചെയ്ത അദ്ദേഹത്തിൻ്റെ ജോലിക്കാരും അവർക്കും ഞങ്ങൾ പ്രത്യേകം നന്ദി പറയുകയാണ്. അതുപോലെ ഈ മനോഹരമായ റോഡ്, ഈ റോഡ് നിർമ്മിച്ചത്, ഇതിൻ്റെ കോമ്പൗണ്ട് വാൾ നിർമ്മിച്ചത്, ഇനി ഇവിടെ നിർമ്മിക്കാൻ പോകുന്ന മനോഹരമായ ഗേറ്റ്, അതെല്ലാത്തിൻ്റെയും ചുമതല പ്രിയപ്പെട്ട അക്ബറിൻ്റെ നേതൃത്വത്തിലുള്ള മലബാർ ടെക് ഗ്രൂപ്പിനാണ്. ആ മലബാർ ടെക്കിന് ഞങ്ങളുടെ എല്ലാവിധ നന്ദിയും കടപ്പാടും അതിലെ തൊഴിലാളികൾക്കും അതിലെ ജീവനക്കാർക്കും ഈ സന്ദർഭത്തിൽ നേരുവാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് ഈ പരിപാടി മനോഹരമാക്കി തീർക്കുന്നതിന് വേണ്ടി, അതോടൊപ്പം തന്നെ ഈ ഫണ്ട് വിജയിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാം കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റവും വലിയ അത്യധ്വാനം ചെയ്ത മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി, കോഴിക്കോട് ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി, കണ്ണൂർ, കാസർഗോഡ്, പാലക്കാട്, തൃശ്ശൂർ, അതുപോലെ തെക്കൻ മേഖലകളിലുള്ള മുഴുവൻ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റികളോട്, സൗദി നാഷണൽ KMCC, ദുബായ്, UAE, ഖത്തർ, കുവൈത്ത് തുടങ്ങി ബാംഗ്ലൂർ, ചെന്നൈ തുടങ്ങിയ മുഴുവൻ KMCC നേതാക്കന്മാരോടും അവരുടെയൊക്കെ അധ്വാനത്തിൻ്റെ, വിയർപ്പിൻ്റെ, അവരുടെ സംഭാവനയാണ് നമുക്ക് ഇത്രയും മനോഹരമായ ഈ സംവിധാനം ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചത്. അവരോടൊക്കെ തീർത്താൽ തീരാത്ത കടപ്പാടുകളാണുള്ളത്. മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി, ഈ ഭവന നിർമ്മാണത്തിൻ്റെ സംഘാടക സമിതിക്ക് വേണ്ടി, ഇതിൻ്റെ ഉപസമിതിക്ക് വേണ്ടി അവരോടൊക്കെയുള്ള നന്ദിയും കടപ്പാടും അറിയിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് ആയിരക്കണക്കിന് വാഹനങ്ങൾ ഇവിടേക്ക് കടന്നു വന്നപ്പോൾ ഇതിന് പാർക്കിംഗ് സൗകര്യമൊരുക്കാൻ ഇതിൻ്റെ തൊട്ടടുത്തുള്ള വീടുകളിലുള്ള സഹോദരന്മാർ, അതുപോലെ നമ്മുടെ തൊട്ടടുത്തുള്ള ശിവക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ, അവരുടെ ഉത്സവമായിട്ട് പോലും ആ വിശാലമായ അമ്പലത്തിൻ്റെ, ക്ഷേത്രത്തിൻ്റെ മുറ്റം നമുക്ക് പാർക്കിങ്ങിന് വേണ്ടി അനുവദിച്ചു വന്നു. നമ്മുടെ പരിസരത്തുള്ള 2 ചർച്ച്
ആ ചർച്ചിൻ്റെ മുറ്റത്തും പാർക്കിങ്ങിന് വേണ്ടിയും അനുബന്ധമായ സൗകര്യങ്ങൾക്ക് വേണ്ടിയും ഈ പ്രദേശത്തെ നല്ലവരായ സഹോദരന്മാർ നമ്മുടെ ഈ പ്രവൃത്തി ആരംഭിച്ചത് മുതൽ നമ്മളിൽ ഒരുവനായി ഇതിനോട് സഹകരിച്ചുകൊണ്ട് നമ്മോട് തോളൊരുമി നിൽക്കുന്നുണ്ട്. ഈ പ്രദേശത്തെ പ്രിയപ്പെട്ട നാട്ടുകാരായിരിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ നന്ദിയും കടപ്പാടും ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ പരിപാടി മനോഹരമാക്കി തീർക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള, വയനാട് ജില്ലയിൽ നിന്നുള്ള മുസ്ലിം ലീഗിൻ്റെയും പോഷക സംഘടനയുടെയും മുഴുവൻ പ്രവർത്തകന്മാർക്കും, അതോടൊപ്പം തന്നെ ഈ പരിപാടിക്ക് പ്രോജ്വലമായി ഇതിൻ്റെ സംഘാടനത്തിന് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട ഉപസമിതിയുടെ നേതാക്കന്മാർക്കും, വയനാട് ജില്ലാ മുസ്ലിം ലീഗിൻ്റെ ഭാരവാഹികൾക്കും, 3 നിയോജകമണ്ഡലം മുസ്ലിം ലീഗിൻ്റെ ഭാരവാഹികൾക്കും എല്ലാവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദുരന്തവുമായി ബന്ധപ്പെട്ട് PK ബഷീർ സാഹിബിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഇവിടെ രചിച്ച ഒരു ഗാനം ഇവിടെ ആലപിക്കുന്നുണ്ട്. അതിന് ബന്ധപ്പെട്ട ആളുകളെ ക്ഷണിക്കുക.